ഹലോ വെൽക്കം ബാക്ക് ടു വൺ മോർ സെഷൻ. അപ്പോൾ നമ്മൾ എക്സസൈസ് 7.4 ചോദ്യങ്ങൾ അങ്ങ് ചെയ്താലോ. നമ്മൾ ഇതിനുള്ള തിയറി ഒക്കെ ഓൾറെഡി പഠിച്ചു. അതിന് വേണ്ടുന്ന കോമ്പിനേഷൻസിന്റെ തിയറിയാണ്. എല്ലാവരും അത് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ. ഇത് കാണുന്ന എല്ലാവരും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ഓക്കെ, so if NC8 is equal to NC2, find NC2. ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഇപ്പൊ NCA is equal to NCB എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് പോസിബിലിറ്റി ഇല്ലേ. A is equal to B ആകാം, അല്ലെങ്കിൽ A plus B is equal to N ആവും. എയും ബി ഈക്വൽ ആണോ? 8 ഉം 2 ഈക്വൽ ആണോ? അല്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? N is equal to A plus B, അതായത് 8 plus 2, അതായത് 10 എന്ന് കിട്ടി. അപ്പൊ N-ന്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ, 10 എന്ന് കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കുള്ള ചോദ്യം എന്താണ്? NC2. NC2 എന്ന് പറയുന്നത് N-ന്റെ വാല്യൂ 10 ആണെങ്കിൽ NC2 എന്ന് പറയുന്നത് 10C2 ആണ്. That is 10 factorial by 8 factorial into 2 factorial, which is nothing but 10 into 9 into 8 factorial by 8 factorial into 2 factorial. 8 factorial 8 factorial വെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോയി, 5 ആയി. So the answer will be 45 അല്ലെ. So the correct answer നമുക്ക് 45 ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. So ഇതിന്റെ ഉത്തരം 45 ആയിരിക്കണം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് ഓടി കടക്കാം സഖാക്കളെ. ഓക്കെ, സോ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഡിറ്റർമിൻ n if ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 2nC3 ഈസ് ടു nC3 എന്ന് പറയുന്നത് 12:1 ആണ്. അതായത് 2nC3 എന്ന് പറയുന്നത് എന്താണ്? 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2n മൈനസ് 3 ഫാക്ടോറിയൽ. ഈസ് ടു എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ബൈ n മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ അല്ലെ. ഇതെന്ന് പറയുന്നത് 12:1, 12/1 ആണ് അല്ലെ. 2n ഫാക്ടോറിയലിനെ നമുക്ക് 2n ഇൻറ്റു അതിൽ നിന്ന് ഒന്ന് ചെറുത് 2n മൈനസ് 1 ഇൻറ്റു 2n മൈനസ് 2 ഇൻറ്റു 2n മൈനസ് 3 ഫാക്ടോറിയൽ എന്ന് എഴുതാലോ. ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2n മൈനസ് 3 ഫാക്ടോറിയൽ ഇവിടെ ഉണ്ട്, അതും വെട്ടിപ്പോയി. ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ നമുക്ക് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ n മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ, ഇതും വെട്ടിപ്പോയി. ദിസ് ഇസ് ഈക്വൽ ടു 12:1 എന്ന് നമുക്കറിയാം അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ഉള്ളത് 2n ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു 2n മൈനസ് 2 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യാലോ നമുക്ക് റെസിപ്രോക്കൽ വെച്ചിട്ട്. ഇൻറ്റു 3 ഫാക്ടോറിയൽ ബൈ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2. ദിസ് ഇസ് ഈക്വൽ ടു 12/1 എന്ന് തോന്നുന്നു. 3 ഫാക്ടോറിയലും വെട്ടിപ്പോയി. 2n-ന്റെ ഈ n-ഉം വെട്ടിപ്പോയി. 2n മൈനസ് 2-നെ നമുക്ക് 2 ഇൻറ്റു n മൈനസ് 1 എന്ന് എഴുതിക്കൂടെ? എഴുതാലോ. 2n മൈനസ് 2-നെ അന്നേരം n മൈനസ് 1 n മൈനസ് 1 വെട്ടിപ്പോയി. അപ്പൊ നമുക്ക് 2 ഉം 2 ഉണ്ട് 4 ഇൻറ്റു 2n മൈനസ് 1 ഡിവൈഡഡ് ബൈ n മൈനസ് 2 ഇസ് ഈക്വൽ ടു 12 എന്ന് കിട്ടി. ഇതും വെട്ടിപ്പോയി, 3 ആയി. അതായത് 2n മൈനസ് 1 എന്ന് പറയുന്നത് 3n മൈനസ് 6 ആയി. അതായത് n എന്ന് പറയുന്നത് 5 ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി 5 ഹിയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കാം. ഇതിന്റെ തന്നെ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് 2nC3 is to nC3 എന്ന് പറയുന്നത് 11:1, അതായത് 11/1. 2nC3 എന്ന് പറയുന്നതിനെ നമുക്ക് 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2n മൈനസ് 3 ഹോൾ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ nC3 എന്ന് പറയുന്നതിനെ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. ദിസ് ഇസ് ഈക്വൽ ടു 11 എന്ന് നമുക്ക് പറയാം അല്ലെ. അതായത് 2n ഫാക്ടോറിയലിനെ നമുക്ക് 2n ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു 2n മൈനസ് 2 ഇൻറ്റു 2n മൈനസ് 3 ഫാക്ടോറിയൽ എന്ന് എഴുതാമല്ലോ. അതിൽ ആരും നമ്മൾ കുറ്റം പറയില്ല. ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2n മൈനസ് 3 ഫാക്ടോറിയൽ. 2n മൈനസ് 3 ഫാക്ടോറിയലും 2n മൈനസ് 3 ഫാക്ടോറിയലും പോയി. ഇനി ഡിവൈഡഡ് ബൈ എന്ന് പറയുന്നത് നമുക്ക് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 3 ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ. n ഫാക്ടോറിയലിനെ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അതും വെട്ടിപ്പോയി. 3 ഫാക്ടോറിയലും 3 ഫാക്ടോറിയലും വെട്ടിപ്പോയി. ദിസ് ഇസ് ഈക്വൽ ടു 11/1 എന്ന് കിട്ടി. ഇപ്പൊ ഇവിടെ 2n-ഉം n-ഉം നമുക്ക് വെട്ടിക്കളയാലോ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ 2n മൈനസ് 2-നെ 2 ഇൻറ്റു n മൈനസ് 1 എന്ന് എഴുതാം. അപ്പൊ n മൈനസ് 1-ഉം n മൈനസ് 1-ഉം വെട്ടിപ്പോയി. നമുക്ക് ബാക്കിയുള്ള എന്താണ്? 2 ഉം 2-ഉം 4 ആയി. 4 ഇൻറ്റു 2n മൈനസ് 1 ആയി. ഡിവൈഡഡ് ബൈ n മൈനസ് 2 എന്ന് പറയുന്നത് 11:1 ആണ്. സോ ദിസ് implies
8n minus 4 എന്ന് പറയുന്നത് 11n minus 22 ആണ്. അതായത് 3n എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 18 എന്ന് കിട്ടും. അതായത് n എന്ന് പറയുന്നത് നമുക്ക് 6 എന്ന് ഇവിടെ കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ n ന്റെ വാല്യൂ ഇവിടെ 6 ആയിട്ട് വരും. കാര്യം പിടിയിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. വീണ്ടും ഉള്ളത് അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് how many chords can be drawn through 21 points on a circle. 21 points on a circle. ഇതാണ് നമ്മുടെ ചോദ്യം. ഇപ്പൊ ഒരു സർക്കിളിന്റെ അകത്ത് ഇങ്ങനെ 21 പോയിന്റുകൾ ഇങ്ങനെ ഉണ്ട്. ഒരു കോഡ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് എത്ര പോയിന്റാ വേണ്ട? 2 പോയിന്റ് ഓൺ എ സർക്കിൾ അല്ലേ? അപ്പം ഈ 21 പോയിന്റുകളിൽ നിന്ന് ഏത് 2 പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിൽ നിന്ന് നമുക്ക് ഒരു കോഡ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. സോ എത്ര കോമ്പിനേഷൻ ഓഫ് 2 പോയിന്റ്സ് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നു അത്രയും കോഡ് തന്നെയല്ലേ നമുക്ക് ഉണ്ടാക്കുന്നത്. ഈ പോയിന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കോഡ് ഫോം ചെയ്യാം. ഈ പോയിന്റും എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കോഡ് ഫോം ചെയ്യാം. സോ എത്ര 2 പോയിന്റുകളുടെ സെലക്ഷൻ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു അത്രയും കോഡുകൾ നമുക്ക് വരയ്ക്കാൻ പറ്റില്ലേ? അപ്പൊ 21 പോയിന്റ്സിൽ നിന്ന് 2 പോയിന്റ്സുകൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നത്? 21C2 ways, which is 21 factorial by 21 minus 2 factorial into 2 factorial, which is 21 into 20 into 19 factorial by ഈ 21 minus 2 എന്ന് പറയുന്നത് 19 factorial അല്ലേ, into 2 factorial. ഇതും വെട്ടിപ്പോയി, ഇതും 10 ആയി. സോ ദി ആൻസർ വിൽ ബി 210 അല്ലെ. 210 കോഡ്സ് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുമെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നാലാമത്തെ ചോദ്യം പറയുന്നത് in how many ways can a team of 3 boys and 3 girls, in how many ways a team of 3 boys and 3 girls be selected from 5 boys and 4 girls. അപ്പൊ നമുക്ക് 5 ബോയ്സും 4 ഗേൾസും തന്നിട്ടുണ്ട്. അതിന്റെ അകത്ത് 3 ബോയ്സിന്റെയും 3 ഗേൾസിന്റെയും ടീം ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ 5 ബോയ്സ് തന്നിരിക്കുന്നതിൽ നിന്ന് 3 ബോയ്സിനെ സെലക്ട് ചെയ്യണം. എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 5C3 വേസിൽ. ഫോളോഡ് ബൈ ദാറ്റ്, രണ്ടും ജോയിൻ ചെയ്ത് കിടക്കുകയാണ് അല്ലെ. അപ്പൊ ഓർ ആയിരുന്നെങ്കിൽ പ്ലസ് ആണ്, പക്ഷെ ഇത് ആൻഡ് ആണ്. രണ്ടും വേണം, ബോയ്സും വേണം ഗേൾസും വേണം. അപ്പൊ 5 ബോയ്സിൽ നിന്ന് 3 ബോയ്സിനെ സെലക്ട് ചെയ്ത് ഫോളോഡ് ബൈ ദാറ്റ് 4 ഗേൾസിൽ നിന്ന് 3 ഗേൾസിനെ സെലക്ട് ചെയ്തു, അതായത് 4C3. 5C3 എന്ന് പറയുന്നത് 5 factorial by 2 factorial into 3 factorial അല്ലേ. ഇതിന്റെ 4C3 എന്ന് പറയുന്നത് 4 തന്നെയാണല്ലോ. 4C3യും 4C1ഉം സെയിം ആണ്, അത് 4 തന്നെയാണ് അല്ലെ. ഇതും വെട്ടിപ്പോയി 2 പ്രാവശ്യം. ഇത് 6 എന്ന് വന്നു, ഇതും വെട്ടിപ്പോയി 3 എന്ന് വന്നു. 5 factorial എന്ന് പറയുന്നത് 120 divided by 3. സോ ദി ആൻസർ വിൽ ബി 40 അല്ലെ. ഈ കാൽക്കുലേഷൻ 40 എന്ന് നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവർക്കും കാര്യം പിടികിട്ടിയല്ലോ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അഞ്ചാമത്തെ ചോദ്യം വീണ്ടും ചോദിക്കുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 9 balls. 9 balls സെലക്ട് ചെയ്യണം ഫ്രം 6 റെഡ് ബോൾസ്, 5 വൈറ്റ് ബോൾസ് ആൻഡ് 5 ബ്ലൂ ബോൾസ്. 6 റെഡ് ബോളും 5 വൈറ്റ് ബോളും 5 ബ്ലൂ ബോളും തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് 9 ബോൾസ് സെലക്ട് ചെയ്യണം. ഇഫ് ഈച്ച് സെലക്ഷൻ കൺസിസ്റ്റ് ഓഫ് 3 balls of each color. അതായത് 3 റെഡ് ബോളും വേണം, 3 വൈറ്റ് ബോളും വേണം, 3 ബ്ലാക്ക് ബോളും വേണം, 3 ബ്ലൂ ബോളും വേണം അല്ലെ. ബ്ലൂ അല്ലേ, അതെ, 3 ബ്ലൂ ബോളും വേണം. അപ്പൊ എന്താ ചെയ്യണ്ടേ? നമ്മള് 6 റെഡ് ബോളിൽ നിന്ന് ഡെഫിനറ്റ്ലി 3 റെഡ് ബോൾ എടുക്കണം. ഫോളോഡ് ബൈ ദാറ്റ് 5 വൈറ്റ് ബോളിൽ നിന്നും നമുക്ക് 3 എണ്ണം വേണം, 5 ബ്ലൂ ബോളിൽ നിന്നും 3 എണ്ണം വേണം. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 6C3 into 5C3 into 5C3. അപ്പോൾ നമുക്ക് ടോട്ടൽ 9 ആയി. 3 റെഡ് ബോള്, 3 വൈറ്റ് ബോള്, 3 ബ്ലൂ ബോള് അല്ലെ. അപ്പൊ 6C3 എന്ന് പറയുന്നത് 6 factorial by 3 factorial into 3 factorial. ഫോളോഡ് ബൈ 5C3 എന്ന് പറയുന്നത് 5 factorial by 2 factorial into 3 factorial. ഫോളോഡ് ബൈ ദാറ്റ് 5 factorial by 2 factorial into 3 factorial അല്ലെ. അപ്പൊ 6 factorial നമുക്ക് 6 into 5 into 4 into 3 factorial എന്ന് എഴുതാം. into 5 factorial 5 into 4 into 3 factorial എന്ന് എഴുതാം. വീണ്ടും 5 factorial 5 into 4 into 3 factorial എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 3 factorial into 3 factorial into 2 factorial into 3 factorial into
2 factorial into 3 factorial. 3 factorial 3 factorial വെട്ടിപ്പോയി, 3 factorial 3 factorial വെട്ടിപ്പോയി, 3 factorial 3 factorial വെട്ടിപ്പോയി, 6 3 factorial സെയിം ആണ്, വെട്ടിപ്പോയി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വെട്ടിക്കളയാൻ സാധിച്ചു. ഈ 2 ഇതും കൂടെ ചേർന്നിട്ട് അത് 4 ആണ് അല്ലെ. അപ്പൊ ഫൈനലി എന്ത് വന്നു? 5 into 20 ഉണ്ട്, അതായത് 5 into 20 100, 100 into 20 എന്ന് പറഞ്ഞു, അതായത് 2000 വേസിൽ നമുക്ക് ഇതിനെ ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. സോ ദി ആൻസർ വിൽ ബി 2000. കാര്യം പിടിയിട്ടില്ല എല്ലാവർക്കും? The correct answer is 2000. ഇൻട്രസ്റ്റിംഗ് അല്ലായിരുന്നോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആറാമത്തെ ചോദ്യം പറയുന്നത് ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് 5 കാർഡ് കോമ്പിനേഷൻ. 5 കാർഡ് കോമ്പിനേഷൻസ് ആണ് നമുക്ക് വേണ്ടത്. 5 കാർഡ് കോമ്പിനേഷൻ. ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് 5 കാർഡ് കോമ്പിനേഷൻ ഔട്ട് ഓഫ് എ ഡെക്ക് ഓഫ് 52 കാർഡ്സ്. നമുക്ക് 52 കാർഡ്സ് തന്നിട്ടുണ്ട്. ഇഫ് ദർ ഇസ് എക്സാക്ട്ലി 1 ഏസ്, ഈ 5 കാർഡ് സെലക്ട് ചെയ്യുന്നതിൽ എക്സാക്ട്ലി ഒരു ഏസും വേണം. എക്സാക്ട്ലി 1 ഏസ് ഇൻ ഈച്ച് കോമ്പിനേഷൻ. ഓക്കെ, എക്സാക്ട്ലി 1 ഏസ് ഇൻ ഈച്ച് കോമ്പിനേഷൻ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഏസസ് എത്രയാണ്? 4 ഏസുകളും ഉണ്ട്, ബാക്കി 48 കാർഡ്സും ഉണ്ട്. അപ്പൊ ഈ 4 ഏസിൽ നിന്ന് ഡെഫിനറ്റ്ലി ഒരു ഏസ് നമുക്ക് വേണം. 4C1 വേസിൽ നമുക്ക് ആ ഏസിനെ സെലക്ട് ചെയ്യാം. ഫോളോഡ് ബൈ ദാറ്റ് ബാക്കിയുള്ള 4 കാർഡുകൾ ഈ 48ൽ നിന്ന് എങ്ങനെ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ കൺസേൺ അല്ല. അപ്പൊ 4C1 വേസിൽ നമ്മൾ ഏസിനെ സെലക്ട് ചെയ്തു. ഫോളോഡ് ബൈ ദാറ്റ് ബാക്കി 48ൽ നിന്ന് നമ്മൾ എത്ര സെലക്ട് ചെയ്യണം? 4 എണ്ണത്തിനെ സെലക്ട് ചെയ്യണം. സോ ദി ആൻസർ വിൽ ബി 4C1 into 48C4 എന്ന് പറഞ്ഞു വരും അല്ലെ. സോ ദിസ് ഇസ് 4C1 എന്ന് പറയുന്ന 4 തന്നെയാണ്, into 48C4 എന്ന് പറയുന്നത് എത്രയാണ്? 48 into 48 factorial by 44 factorial into 4 factorial അല്ലെ. That is 4 into 48 into 47 into 46 into 45 divided by 4 factorial എന്ന് പറയുന്ന 24 again അല്ലെ. ഇത് 24 ഇതും 2 times വെട്ടിപ്പോയി. ഇപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ ആൻസർ 778320 എന്ന് വരും. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിക്കോ. ഇനിയിപ്പോ മൾട്ടിപ്ലിക്കേഷൻ കൂടെ ഞാൻ ചെയ്ത് തരുന്നത് ശരിയല്ലല്ലോ അല്ലെ. സോ ഫൈനൽ ആൻസർ വിൽ ബി 778320 എന്ന് പറയുന്ന ഉത്തരം നമുക്ക് ഇവിടെ കിട്ടുന്നതായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ 6th ചോദ്യവും നമ്മൾ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാൽ 7ാമത്തെ ചോദ്യം പറയുന്നത് ഇൻ ഹൗ മെനി വേസ് one can select a cricket team. Cricket teamil എത്ര players ഉണ്ട്? Of 11 from 17 players. 17 players തന്നിട്ടുണ്ട്. അതില് 5 ബൗളേഴ്സ് ആണ്. 5 പേർക്ക് ബൗൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ബാക്കി റെസ്റ്റ് 12 ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് 11 പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യണം. അതിന്റെ അതൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എക്സാക്ട്ലി 4 ബൗളേഴ്സ് വേണം. 4 ബൗളേഴ്സ് ഒന്നും വേണം. ഓക്കെ, ഇതൊരു കണ്ടീഷനാണ്. സോ ഒന്നുകൂടെ പറയാണ്, നമുക്ക് ക്രിക്കറ്റ് ടീം ഓഫ് 11 കൊണ്ടുവരണം. നമുക്ക് തന്നിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് പ്ലേയേഴ്സ് 17 ആണ്. അതിന്റെ അകത്ത് 5 പേര് മാത്രമേ ബൗൾ ചെയ്യത്തുള്ളൂ. ഓക്കെ, ബൗളേഴ്സ് ആയിട്ടുള്ള 5 പേരേ ഉള്ളൂ. പിന്നെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, നമ്മൾ സെലക്ട് ചെയ്യുന്ന ടീമിൽ 4 ബൗളേഴ്സ് എങ്കിലും വേണം. ഓക്കെ, 4 ബൗളേഴ്സ് വേണം. 4 ബൗളേഴ്സ് എങ്കിലും അല്ല, 4 ബൗളേഴ്സ് തന്നെ വേണം. അപ്പൊ നമ്മൾ ഈ 11 ആളുകളെ എങ്ങനെ സെലക്ട് ചെയ്യുന്നത്? ഈ 5 ബൗളേഴ്സിൽ നിന്ന് 4 ബൗളേഴ്സിനെ എന്തായാലും സെലക്ട് ചെയ്യണം. ആ പാർട്ട് കഴിഞ്ഞില്ലേ? ഇനി എത്ര പേരെ സെലക്ട് ചെയ്യാനുണ്ട്? ഈ 11 പേരിൽ 4 പേരെ സെലക്ട് ചെയ്തു. ബാക്കി എത്ര? 7 പേരെ. 7 പേരെ ഈ 12ൽ നിന്ന് സെലക്ട് ചെയ്യാം. അതല്ലേ കണ്ടീഷൻ? കാരണം നമ്മൾ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ 17 പ്ലേയേഴ്സിൽ 5 പേർക്കേ ബോൾ ചെയ്യാൻ അറിയത്തുള്ളൂ. അതിൽ നിന്ന് 4 പേരെ എന്തായാലും സെലക്ട് ചെയ്യണം. അത് 5C4 രീതിയിൽ സെലക്ട് ചെയ്യാം. ബാക്കിയുള്ള 12 പേരിൽ നിന്ന് എത്ര പേരെ നമുക്ക് സെലക്ട് ചെയ്യണ്ടേ? 7 എണ്ണമല്ലേ ബാക്കിയുള്ള. 11ൽ 4 സെലക്ട് ആയി കഴിഞ്ഞാൽ 7 എണ്ണം ബാക്കിയുള്ള. അത് ബാക്കിയുള്ള 12 പേരിൽ നിന്ന് സെലക്ട് ചെയ്യാം. So it will become 5C4 into 12C7. 5C4 എന്ന് പറയുന്ന 5 തന്നെയാണ്, into 12 factorial by 7 factorial into 5 factorial. 5 into 12 into 11 into 10 into 9 into 8 into 7 factorial വെട്ടിപ്പോയി, divided by 5 factorial. 5 into 4 factorial എന്ന് എഴുതാം. 4 factorial 24 ആയതുകൊണ്ട് 2 വരും. ഇവിടെ ഒരു 5 വരും അല്ലെ. അപ്പൊ ഇത് 40 into 11 എന്ന് വരും. 40 into 11 എന്ന് പറയുന്നത് okay, 40 into 11 into 9 എന്ന് വരും അല്ലെ. So this is 99 into 40 എന്ന് വരും. 36 remainder 33960 എന്നുള്ള ഫൈനൽ ആൻസർ വരും ഈ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ. കാര്യം പിടികിട്ടിയാലോ നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടതെന്ന്? വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ ചെയ്ത ചോദ്യമാണിത്. അപ്പൊ 7th ചോദ്യവും നമ്മൾ കഴിഞ്ഞു. ഇനി 7th ചോദ്യത്തിന് ശേഷം നമുക്ക് 8th ചോദ്യത്തിലേക്ക് കടക്കാം. 8th ചോദ്യം പറയുന്നത് a bag contains
a bag ഉണ്ട്, a bag contains 5 black and 6 red balls. Okay, a bag contains 5 black and 6 red balls. Find the number of ways in which 2 black and 3 red balls are selected. അപ്പൊ നമുക്ക് 5 എണ്ണം സെലക്ട് ചെയ്യണം, അതിൻ്റെ അകത്ത് 2 ബ്ലാക്കും ഉണ്ടാകണം, 3 റെഡും ഉണ്ടാകണം. അപ്പൊ 2 ബ്ലാക്കിന് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? 5 ബ്ലാക്ക് തന്നിട്ടുള്ളതിൽ നിന്ന് 2 ബ്ലാക്ക് സെലക്ട് ചെയ്യുക 5C2 വേസിൽ, ഫോളോഡ് ബൈ ദാറ്റ് 6 റെഡ് തന്നിട്ടുള്ളതിൽ നിന്ന് 3 റെഡിനെ സെലക്ട് ചെയ്യുക 6C3 വേസിൽ. നമുക്ക് ഇതിനെ സെലക്ട് ചെയ്യാമല്ലോ വളരെ സിമ്പിൾ ആയിട്ട് അല്ലെ. സോ 5C2 എന്ന് പറയുന്ന 5 ഫാക്ടോറിയൽ ബൈ 3 factorial into 2 factorial into 6C3 എന്ന് പറഞ്ഞാൽ 6 factorial by 3 factorial into 3 factorial അല്ലെ. 5 factorial എന്ന് പറഞ്ഞാൽ 5 into 4 into 3 factorial by 3 factorial into 2 factorial എന്ന് പറഞ്ഞാൽ 2 ആണ്. 6 factorial എന്ന് പറഞ്ഞാൽ 6 into 5 into 4 into 3 factorial by 3 factorial into 3 factorial. 3 factorial 3 factorial വെട്ടിപ്പോയി, ഈ 3 factorial ഈ 3 factorial വെട്ടിപ്പോയി, 3 factorial 6 വെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോയി, 2 വന്നു. അപ്പൊ നമുക്ക് എത്രയാ ബാക്കിയുള്ളത്? ഇത് 20 into 10 അതായത് 200 എന്ന് നമുക്ക് ഫൈനൽ ആയിട്ടുള്ള 8ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഈസി ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതും മനസ്സിലായെങ്കിൽ പിന്നെ നമുക്ക് 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 9ാമത്തെ ചോദ്യം പറയുന്നത് in how many ways can a student choose a program of 5 courses? 5 കോഴ്സസിന്റെ പ്രോഗ്രാം ആണ് നമ്മൾക്ക് ചൂസ് ചെയ്യേണ്ടത്. if 9 courses are available, 9 കോഴ്സസ് തന്നിട്ടുണ്ട്, and 2 specific courses are compulsory. 2 specific courses are compulsory for each student. Okay, ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്ക് 5 കോഴ്സ് സെലക്ട് ചെയ്യണം. ടോട്ടൽ 9 കോഴ്സ് ഉണ്ട്, അതിൽ നിന്ന് 2 എണ്ണം കമ്പൽസറി ആണ്. ഇപ്പൊ 5 എണ്ണത്തിൽ 2 എണ്ണം നമ്മൾ ഓൾറെഡി ഫിൽഡ് ആണ്, ബാക്കി 3 എണ്ണം ഫില്ല് ചെയ്യണം. എത്ര എണ്ണത്തില്? ഈ 9 എണ്ണത്തിൽ 2 എണ്ണം എന്തായാലും വേണമെങ്കിൽ നമുക്ക് 7 എണ്ണമല്ലേ ബാക്കിയുള്ള. 7 എണ്ണത്തിൽ നിന്ന് നമ്മൾ എത്ര എണ്ണം സെലക്ട് ചെയ്യണം? 3 എണ്ണം സെലക്ട് ചെയ്യണം. സോ ദി ആൻസർ ഇസ് 7C3. കാരണം എന്താ? ടോട്ടൽ 9 എണ്ണം തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എത്രയാണ്? 5 എണ്ണം. പക്ഷെ 2 എണ്ണം കമ്പൽസറി ആണ്. അന്നേരം ബാക്കി എത്ര എണ്ണം സെലക്ട് ചെയ്യാനുള്ളൂ? 3 എണ്ണം. എത്രയിൽ നിന്ന്? 7ൽ നിന്ന്. കാരണം 2 എണ്ണം 9ൽ 2 എണ്ണത്തിനും കമ്പൽസറി ആയപ്പോൾ നമുക്ക് ഇനി സെലക്ഷൻ ഉള്ള 7 എണ്ണേ ഉള്ളൂ, അതിൽ നിന്ന് 3 എണ്ണം സെലക്ട് ചെയ്യണം. ഇതെല്ലാം ഫിൽഡ് ആണ്, ഇത് ഒരു വീഡിയോ ഫിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് രണ്ടും കൂടെ അല്ലെ. സോ ദി ആൻസർ വിൽ ബിക്കം 7C3 which is 7 factorial by 4 factorial into 3 factorial which is 7 into 6 into 5 divided by 3 factorial എന്ന് പറയുന്നതും പോയി. സോ ദി ആൻസർ ഇസ് 35. ഓക്കെ, അപ്പൊ നമ്മൾ 9 ചോദ്യവും ചെയ്തിരിക്കുകയാണ് എക്സസൈസ് 7.4ലെ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു, എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. സോ വിൽ മീറ്റ് അഗൈൻ. അണ്ടിൽ ദെൻ ബൈ ബൈ, വിൽ catch up. Don't forget to like, share and subscribe. Bye bye.